ജയപാല, ഇത് കേരളമല്ല, തമിഴ്നാടാണ്. ഒന്ന് ചോദിച്ചിട്ട് പോണതിൽ തെറ്റില്ല. നിർത്ത് 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 എടുക്ക് പുറകിലേക്ക്. എപ്പോഴും ചോദിച്ചിട്ട് പോകുന്നതാണ് അതിന്റെ ശരി. അണ്ണേ, മദിരാശി 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 മദിരാശിക്കുള്ള അന്ത ഊര് അണ്ണ എന്താ ഒന്ന് പറയുന്ന കേക്കുതാ. ഹലോ, അണ്ണേ, മദിരാശിക്ക് ഏത് വഴിയാ പോകേണ്ടത്? കേറ്. കുരിശായല്ല ഞാൻ പറയട്ടത്. അങ്ങനെ പറയല്ലേ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നുണ്ട്, അങ്ങനെ വലിയ തെറ്റൊന്നുമില്ല. നീ വണ്ടി എടുക്കടാ. എന്തൊരു കഷ്ടമാണ്. ഹലോ ഹലോ ഹലോ, ഇங்க வா. എവിടെ മദിരാശി? വണ്ടി കയറുന്ന ഇടം ഇരിക്കില്ല, அதுக்கு അടുത്ത ജംഗ്ഷൻ தான் മദ്രാസി. ഓഹോ, എല്ലാരും കൂടി ചേർന്ന് ഞങ്ങളെ പറ്റിക്കായിരുന്നു അല്ലേ? നീതാ പട്ടി. ആര് പട്ടി? നീതാ. என்ன அங்கறுத்து ரெண்டு நொங்கையா அறுத்துருவேன். போயா എങ്ക വന്ന് യാരുകിട്ട വാങ്ങ മാപ്പിള. എന്താ ചെയ്താൻ പറഞ്ഞു? അല്ല, ഈ മദിരാശി എന്ന് പറയുന്നത് നമ്മളാദ്യം കേറിയില്ലേ, അതിന്റെ അടുത്ത് തന്നെയായിരുന്നു. എന്തായിരുന്നു? ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കണം. ഇങ്ങനെ സഹായിക്കുമ്പോ ഇതുപോലുള്ള പറ്റിപ്പും പറ്റും. ശങ്കരത്തിന് തന്നെ രണ്ട് നൊങ്ക്. കേറ് വണ്ടിയില്. ഹലോ, വേണ്ട. ഒന്നുമില്ല, വല്ല കാര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ. ഒന്നും പ്രശ്നം വണ്ടി ഇപ്പൊ പേര് നിൽക്കുന്നുണ്ട്, അവരോടൊന്ന് ചോദിച്ചിട്ട് പോ. നീ വണ്ടി അവിടെ നിർത്തി. ഇനി വേണോ? നിർത്ത് 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 നിർത്ത്. ചോദിക്കുന്നതിന് ഒരു പ്രത്യേക നാക്കുണ്ട്. അതെങ്ങനെയാണെന്ന് നീ ഇതാ നേരിട്ട് കണ്ടോ. അണ്ണ വണക്കം. இந்த മദിരാശിക്ക് ചുമ്മാ വഴി ചോദിക്കുന്നതിന് മുമ്പ് അണ്ണ മദിരാശിക്ക് എന്താ വഴിയാ പോണെന്നാ ചോദിച്ചത്. ഇവനെ അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ നിവൃത്തിയില്ല. ഇവന് അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടാണെങ്കിലും. അണ്ണ ഒരു നിമിഷം അണ്ണ, இந்த മദിരാശിക്ക് എന്താ വഴിയാ പോണം? இந்த സൈക്കിൾ എല്ലാം വാങ്ങற ഇടം ഒരു തെരുവ്, அதுக்கு இந்த വഴിയാ போணுமா இந்த வழியா போணுமா? நான் தான் உன்கிட்ட நேரா போகணும்னு சொன்னல, அப்புறம் அவர்கிட்ட கேட்டிட்டு இருக்க. அதுக்கு இல்லனே, நான் வந்து அப்ப ஏன் மேல நம்பிக்கை இல்லையா? அப்படியா? எப்படியா? முதல்ல அவங்கிட்ட கேட்ட, இரண்டாவது என்கிட்ட கேக்குற, மூணாவது அங்க கேப்ப. எங்கே? நாலாவது நாய் கிட்ட கேப்ப. இவன் ஆருடா? எல்லாம் பார்த்தா உனக்கு பைத்தியம் மாதிரி தெரியுதா? ചന്ദ്രേട്ടാ, കാലിലേക്ക് നോക്ക്, കാലിലേക്ക് നോക്ക്, കാലിലേക്ക് നോക്ക്. എന്താ? ഇയാളുടെ കാലിലേക്ക് നോക്ക്. என்ன கேள்வி கேக்குற? ഹൈ തങ്കിടക്കാ, ഹൈ ഹൈ തങ്കിടക്കാ, ഹൈ 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 തങ്കിടക്കാ. അടിക്കടാ അവരെ. കല്ലില് ഒരു കാര്യമില്ല, കല്ലില് നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? പോലീസ് പോലീസ് പോലീസ്. ഞാൻ പറയാം മാഡം. ഞാൻ എന്റെ തമിഴില് സംസാരിച്ച് ഭാഷ അപമാനിക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഭാഗ്യം മലയാളിയാ മാഡം. വേറെ ഒന്നുമില്ല, ഞങ്ങളൊരു വഴി അന്വേഷിച്ച് വന്നപ്പോ ആദ്യം ഇയാളോട് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു തന്നു. എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ ഇത് സ്ഥലം വേറെ. വാ. എങ്ങോട്ട്? യോ വായാ. ഒരു 500 രൂപ കൊടു. എന്തിന്? കൊടുന്ന് സൊല്ലടാ. അതിന് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപയായനെ. ആ എല്ലാരും പോങ്ക 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 പോങ്ക. പോയാ പോങ്ക പോങ്ക.
അപ്പുറം പാക്കലാം അപ്പനെ പോക്കാനാ? ആ വെറുതെ നോക്കിട്ട് പറഞ്ഞു. ഇതെന്ത് നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ല. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? പരോളിൽ ഇറങ്ങിയപ്പോഴുള്ള സുഖമേ അതാണ് അതാണ്. കീരി രാഘവന് ഉടുമ്പ് പണിയും താമസം അങ്ങ് സെൻട്രൽ ജയിലില്ല. ഇപ്പൊ പരോളിൽ ഇറങ്ങിയതേ ഉള്ളൂ. പേടിക്കണം, ഞാനില്ലേ കൂടെ. ഇറങ്ങടാ. നന്നായിട്ടൊന്ന് ബഹുമാനിച്ചേക്കല്ലേ, വേണ്ടത് ചോദിച്ചു മേടിച്ചോണം. നമസ്കാരം മുതലാളി. നമസ്കാരം. നമസ്കാരം മുതലാളി. നമസ്കാരം. ഓ നമസ്കാരം പറഞ്ഞ് പഠിക്കാനല്ല നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. മുതലാളി കാര്യം പറഞ്ഞാട്ടെ. വേറൊരു വഴി കാണാത്തത് കൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്ന് വെച്ച് ദേഹോപദ്രവം ഒന്നും ചെയ്തത് ശരിക്കൊന്ന് പേടിപ്പിച്ചാൽ മതി. മുതലാളി ആളിനെ കാണിച്ചു തന്നാ മതി, ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ആ ഫോട്ടോ കൊടു. എവിടെ എവിടെ യവനാ ഇതെന്നെ ചിന്ന വയസ്സിലെ ഫോട്ടോയാ? അല്ല, ഈ ചിന്ന കുഴന്തയാണ് മുതലാളിയുടെ ഇപ്പോഴത്തെ തലവേദന. മുതലാളിയുടെ മോളെ അമ്മയാക്കിയാൽ മാത്രം പോരാ, പിറ്റേ കൊല്ലം തന്നെ ഒരു അനിയനെ കൂടെ വേണമെന്ന്. അത് ഇത്ര വലിയ സംശയം എന്ത്? ആ കാശ് കൊടുക്ക്. Just a minute. ഈ ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് അല്പം മധുരം കഴിക്കണമെന്നാണ് എന്റെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ ബാലരാമല്യങ്ങളെ. ഇനി തന്നോളൂ. രണ്ടുപേരും കൈ നീട്ടിയാട്ടെ. ആ അതിന് കണ്ണിൽ വെച്ചോ. ആ. ഇനി മുതലാളി ഒട്ടും പേടിക്കണ്ട. കുഴന്തയായാലും തന്തയായാലും ഞങ്ങൾക്ക് ഒരുപോലെയാ. വിഷം ഇറക്കി തരും. അനുഗ്രഹിച്ചിരിക്കുന്നു. പേടിപ്പിക്കുന്നോടാ. ചുമ്മാ ആരോടാ ഇത് ഇവിടെ കൊണ്ടുവച്ചത്? എന്നെ കൊല്ലുന്നേ. ഒന്നുമില്ല. അതാണ്. എന്നെ ഓടിക്കരുത്. നിൽക്കണോ? ഓടിച്ചാൽ ഞാൻ കുടുംബം രക്ഷപ്പെടും. നിൽക്ക്. അതാ അവൻ. അതാ. പിടിയോ. നിൽക്കണോ, നിൽക്കണോ. ഇനി എന്നെ ഓടിക്കരുത്. ഓടിച്ചാൽ ഇനി ഞാൻ വീഴും. അയ്യോ, നിൽക്കണോ. അയ്യോ, നിൽക്കാനാ പറഞ്ഞത്. എടാ, നിൽക്കാൻ. എടാ, എന്നെ ഓടിക്കരുത്. എടാ, ഓടിക്കരുത്. എടാ, എടാ, നിൽക്കാൻ. അയ്യോ. എടാ, നിൽക്കടാ. വീണു, വീണു. ഹൈ. തട്ടി വീണത് നന്നായി. നീ പണിയായനെ. ഓടി പദം വന്നേര്. എന്താണ് നിന്റെ പേര്? എന്റെ പേരെന്തെന്നറിയാടാ? കീരി. കീറിയതല്ല, കീരി, ചെങ്കീരി രാഘവൻ. എടാ പന്ന പടുക്കൂസേ, നിനക്ക് അനിയനെ വേണമല്ലേ? അത് മുതലാളിയുടെ മകളുടെ വയറ്റിന്ന്. നിനക്ക് അനിയന്മാരെ ഉണ്ടാക്കി തരലല്ല ഞങ്ങളുടെ മോലാളിയുടെ മോളുടെ പണി. ഇനി എങ്ങാനും ആ ടീച്ചറെ കയറി അമ്മേന്ന് വിളിച്ചാ പിന്നെ ഒരൊറ്റ തവണ കൂടെ വിളിക്കുള്ളൂ നീ അമ്മേന്ന്. അപ്പൊ സെക്കൻഡ് ടൈമോ? ഇത് പുറംചൊറിയാൻ കൊണ്ട് നടക്കുന്നതല്ല. ഹേയ്, എത്ര? വെട്ട്, വെട്ടി നിലത്ത്. ഇതുപോലെ ഞാൻ അരിഞ്ഞു കളയും. ഓടാ ഓടാ ഓടാ. ഓടത്തേവങ്ങ്.
ആരവരൊക്കെ ലക്ഷണം കണ്ടിട്ട് കർഷകരാണെന്ന് തോന്നുന്നു. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ട് അഭിനന്ദിക്കാൻ വരുന്നവരാണെന്ന് തോന്നുന്നു. ഒന്ന് അഭിനന്ദിച്ചോളൂ, അഭിനന്ദിച്ചോളൂ. ഞങ്ങളുടെ വാഴ വെട്ട് വല്ലടാ. എടുത്ത് വട്ടം വെക്കടാ. ഓ ചന്ദ്രേട്ടൻ എന്താ ചന്ദ്രേട്ടാ? ഓടി ഇങ്ങോട്ട്. രഹന നീ പോയിക്കോ, ചന്ദ്രേട്ടൻ എന്നെ കൊണ്ടുപോവാ. ഇറങ്ങടി ഇങ്ങോട്ട്. ഇറങ്ങാൻ. എന്റെ വീടാണല്ലോ. അയ്യേ, ഇവിടേക്കാണോ കൊണ്ടുവന്നേ? അല്ലാതെ പിന്നെ താൻ എന്റെ മകനെ ഗുണ്ടകളയച്ച് ഭീഷണിപ്പെടുത്തു അല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇതെങ്ങനെ ആവർത്തിച്ച പ്രേമം പ്രേമം എന്ന് പറഞ്ഞ് എന്റെ പുറകെ തെണ്ടി നടക്കുന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, അവളും ഇരട്ട പ്രസവിക്കും. ഞാനതല്ല ഉദ്ദേശിച്ചത്. ചന്ദ്രേട്ടൻ അത് തന്നെ അത് ഉദ്ദേശിച്ചത്. നേരിട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനാ ഞങ്ങൾ വന്നത്. ദേ, ചന്ദ്രേട്ടൻ വെറുമ്പാക്ക് പറയാറില്ല. ഇരട്ട പ്രസവിക്കുന്ന പറഞ്ഞാൽ പെറ്റിരിക്കും. ദേ, ഇവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നീ വന്ന് വണ്ടി കയറി വന്ന് കേറ് വാ. സത്യത്തിൽ ഞാൻ അതല്ല ചന്ദ്രേട്ടൻ അത് തന്നെ ഉദ്ദേശിച്ചത്. എന്റെ ഭാഗ്യം. വന്നേ. മാറിക്കേ. ഗർഭരക്ഷ പ്രസവിക്കുന്ന പറഞ്ഞാൽ പ്രസവിച്ചിരിക്കൂടാ. പറഞ്ഞതാ. ഒരു സാമാന്യ മര്യാദയില്ല നിനക്ക്. ഒരു വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇരട്ട പ്രസവിക്കുന്നൊക്കെ. കുറച്ച് കൂടി പോയല്ലേ? പിന്നല്ലാതെ സിംഗിൾ മതിയായിരുന്നു. ഒറ്റ പ്രസവിക്കൂട്ടാ. നീ വണ്ടി കയറി. അവർ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ വന്നത്. എടുക്കണ വണ്ടി.